This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. കേരള റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റൺ മീറ്റിംഗുകൾ ഇനി പുതിയ വേദിയിലേക്ക്. ഹൃദയഹാരിയായ നഗരമാണ് ഹ്യൂസ്റ്റൺ. കനത്ത മഞ്ഞുവീഴ്ച മൂലം ഈയിടെ നഗരജീവിതം സ്തംഭിക്കുകയുണ്ടായി. നിരത്തിൽ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാവില്ല. സിറ്റി അധികൃതർ ജനങ്ങളോട് വീട്ടിൽ തന്നെ കഴിയുവാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് പാലിക്കപ്പെടുകയും ചെയ്തു. വായനയുടെയും എഴുത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും കേദാരവും മലയാള സാഹിത്യ സ്നേഹികളുടെ അമേരിക്കയിലെ പ്രഥമ മലയാളി കൂട്ടായ്മയുമായ ഹ്യൂസ്റ്റണിലെ കേരള റൈറ്റേഴ്സ് ഫോറത്തിന്റെ പ്രതിമാസ യോഗം നിശ്ചയിച്ച പ്രകാരം ചേരാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടായി. എന്നാൽ ഹ്യൂസ്റ്റണിൽ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു. കൊടും തണുപ്പ് ക്രമേണ കുറഞ്ഞ് അന്തരീക്ഷ താപനില 60 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയായി ഉയർന്നു. ലോകത്തെ പരിഭ്രാന്തിയിലാഴ്ത്തിയ കോവിഡിന് ശേഷമുള്ള നീണ്ട ഇടവേളയ്ക്ക് പിന്നാലെ റൈറ്റേഴ്സ് ഫോറത്തിന്റെ പുതുവർഷത്തിലെ മീറ്റിംഗുകൾ ഹോട്ടലിൽ ചേരുവാൻ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ഇക്കഴിഞ്ഞ 25-ാം തീയതി ശനിയാഴ്ച കേരള കിച്ചൺ റെസ്റ്റോറന്റിൽ റൈറ്റേഴ്സ് ഫോറം അംഗങ്ങൾ സംഗമിച്ചു. ഫോറം പ്രസിഡന്റ് ചെറിയാൻ മഠത്തിലേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത സെക്രട്ടറി മോട്ടി മാത്യു പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തി. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും വിട ചൊല്ലിയ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ, മലയാളത്തിന്റെ ലോകോത്തര സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള P ജയചന്ദ്രൻ എന്നിവർക്ക് ചെറിയാൻ മഠത്തിലേത്ത് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ഏവരും അല്പനേരം മൗനം ആചരിച്ചു. തുടർന്ന് കേരള റൈറ്റേഴ്സ് ഫോറത്തിന്റെ 21-ാം സമാഹാരമായ ശരത് കാല സന്ധ്യയുടെ മണിമുഴക്കങ്ങൾ പ്രകാശനം ചെയ്തു. പബ്ലിഷ് കോർഡിനേറ്റർ മാത്യു നെല്ലിക്കുന്ന് പുസ്തകം അവതരിപ്പിച്ച് സംസാരിക്കുകയും ഇന്ത്യൻ നഴ്സ് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റ് ഡോക്ടർ റിനു വർഗീസിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. തദവസരത്തിൽ പ്രമുഖ എഴുത്തുകാരൻ ജോസഫ് നമ്പിമഠത്തിന്റെ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെട്ടു. നടക്കാനിറങ്ങിയ കവിത എന്ന പുസ്തകം മാത്യു നെല്ലിക്കുന്ന് സുരേന്ദ്രൻ നായർക്ക് നൽകിയും നഭിമഠം കവിതകൾ എന്ന കവിതാ സമാഹാരം ചെറിയാൻ മഠത്തിലേത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺ മാത്യുവിനും നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം. ചർച്ചയിൽ ഇരുവരും സജീവമായി പങ്കെടുത്തു. സജി കൊല്ലന്തറ കേരളത്തിലും അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലുമായുള്ള തന്റെ സാഹിത്യ അനുഭവം വിവരിച്ചു. അറ്റോർണി ഇന്നസെന്റ്, റവറൻ തോമസ് അമ്പലവേലിൽ, കുര്യൻ മ്യാലിയിൽ, ഡോക്ടർ മാത്യു വൈരമൻ, സുരേന്ദ്രൻ നായർ, ജോസഫ് നമ്പിമഠം, ആൻസി സാമുവൽ എന്നിവരും തങ്ങളുടെ സാഹിത്യ അനുഭവം പങ്കുവച്ചു. മലയാളത്തിലെ പ്രമുഖ നിരൂപകനും പത്രാധിപരുമായ S ജയചന്ദ്രൻ നായരെ അനുസ്മരിച്ച് ജോസഫ് താച്ചിറ ഒരു ലേഖനം അവതരിപ്പിച്ചു. ഈ മുഖാമുഖ യോഗത്തെ അഭിനന്ദിച്ച ശ്രീകുമാർ മേനോൻ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ദേശീയ അന്തർദേശീയ അംഗങ്ങളെ ഓൺലൈനിൽ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ശ്രീമതി ഗ്രേസി നെല്ലിക്കുന്ന്, ശ്രീമതി ബോബി മാത്യു, ശ്രീമതി ലത മേനോൻ എന്നിവരും സംസാരിച്ചു. റൈറ്റേഴ്സ് ഫോറം സെക്രട്ടറി മോട്ടി മാത്യു നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.